ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് ഫ്യൂവൽ സെല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു നിർത്തിയത്. ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഡിവൈസ് ദാറ്റ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബൈ മീൻസ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കാഥോഡും ആനോഡും ഡിപ്പ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ നിന്ന് കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ട് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിവൈസുകളായിരുന്നു ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫ്യൂവൽ സെല്ലാണ് പറയുന്നത്, ദാറ്റ് ഈസ് ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂവൽ സെൽ അല്ലെങ്കിൽ PAFC. ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂവൽ സെൽ എന്ന് പറയുമ്പോൾ അതിന്റെ നെയിം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ ഇലക്ട്രോലൈറ്റ് മീഡിയം എന്ന് പറയുന്നത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഓൾറെഡി പറഞ്ഞതാണ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂവൽ സെല്ലില് എല്ലാ ഫ്യൂവൽ സെല്ലിന്റെയും അറേഞ്ച്മെന്റ്സും ഓൾടുഗെദർ റിയാക്ഷൻസും എല്ലാം തന്നെ സിമിലർ ആണ്. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് മീഡിയത്തിലാണ് ഡിഫറൻസ് വരുന്നത്. സോ ഇവിടെ ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂവൽ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. ആൻഡ് ഈ ഒരു PAFC സെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെൽ ടു ബി യൂസ്ഡ് കൊമേഴ്സ്യലി ആണ്. ഏറ്റവും ആദ്യം കൊമേഴ്സ്യലി സെൽ ചെയ്തിരുന്ന ടൈപ്പ് ഓഫ് ഫ്യൂവൽ സെല്ലാണ് PAFC എന്ന് പറയുന്നത്. ഒരു 1960-70 ആ ഒരു പീരിയഡ് ടൈമിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നതും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജനറേഷൻ ഓഫ് മോഡേൺ ഫ്യൂവൽ സെൽ എന്ന് ഇതിനെ വിളിക്കാം. ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഫ്യൂവൽ സെല്ലിന്റെ എല്ലാം ഏറ്റവും ബേസിക് ഒരു ഫസ്റ്റ് ജനറേഷൻ ടൈപ്പ് ഫ്യൂവൽ സെൽ ഒരു റെഫറൻസ് വെക്കുന്നത് PAFC തന്നെയാണ്. ഒരു 2001 എന്ന് പറയുന്ന ഇയർ വരെയൊക്കെ ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് PAFC തന്നെയാണ്. ഇനി ഈ PAFCയുടെ രണ്ട് പ്രത്യേകത, ക്വൈറ്റ് റെസിസ്റ്റന്റ് ടു കാർബൺ മോണോക്സൈഡ് ആണ്. ഇൻസേർട്ട് ചെയ്യുന്ന ഫ്യൂവലിനകത്ത് എവിടെയെങ്കിലും കാർബൺ മോണോക്സൈഡിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിലും മാക്സിമം റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്യൂവൽ സെല്ലാണ് ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. എന്നാൽ തന്നെ ഇത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫ്യൂവൽ സെൽ ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഫ്യൂവൽ സെൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ന്യൂ ജനറേഷൻ ടൈപ്പ് ഓഫ് ഫ്യൂവൽ സെല്ലുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിലുണ്ടാകുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവാണ്. അതങ്ങനെ ആയിരിക്കുമല്ലോ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫ്യൂവൽ സെല്ലിൽ ഉണ്ടാകുന്ന എഫിഷ്യൻസി കുറവുകൊണ്ടാണ് നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വരുന്നത്. സോ എഫിഷ്യൻസി കുറവാണെന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്യൂവൽ സെല്ലാണ് PAFC എന്ന് പറയുന്നത്. ഇനി അതിന്റെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു PAFCയുടെ അറേഞ്ച്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡ് പോർഷൻ ഇവിടെ വെക്കുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്ന ആനോഡ്, ഈ സൈഡിൽ വരുന്നത് കാഥോഡ്, നടുക്ക് ചേമ്പറിനകത്തിരിക്കുന്ന ഈ മീഡിയമാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഹൈലി കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഫോസ്ഫോറിക് ആസിഡ് H3PO4 സൊല്യൂഷൻ ആണ് ഇലക്ട്രോലൈറ്റ് മീഡിയമായിട്ട് PAFC സെല്ലിൽ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോഡുകളായിട്ട് യൂസ് ചെയ്യുന്നത് കാർബൺ പേപ്പറുകളാണ്. രണ്ട് സൈഡിലെ ആനോഡും കാഥോഡും ഇലക്ട്രോഡ്സ് എന്ന് പറയുന്ന കാർബൺ പേപ്പറും ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോസ്ഫോറിക് ആസിഡിന്റെ സൊല്യൂഷനാണ്. ഈ ഹോൾ കെമിക്കൽ റിയാക്ഷനെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാനായിട്ട് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഈ PAFCയിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനം ആണ്. ഓക്കെ, അപ്പൊ ആനോഡിലും കാഥോഡിലും പ്ലാറ്റിനം കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് കൂടി കൊടുക്കുന്നുണ്ട്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അറിയാം, കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഏജന്റ് ആണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് ക്യാരിയേഴ്സിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക? ഫസ്റ്റ് ആനോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആനോഡിന്റെ സൈഡിലാണ് എക്സ്റ്റേണലി ഒരു ഫ്യൂവൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇവിടെ കാണുന്നുണ്ട് ഫ്യൂവലിംഗ്. അപ്പൊ എക്സ്റ്റേണലി ഒരു ഫ്യൂവൽ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പൊ എല്ലാ ഫ്യൂവൽ കണ്ടന്റിൽ നിന്നും ഇവിടെ കെമിക്കൽ റിയാക്ഷൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന അയോൺസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയോൺസ് ആണ്. സോ ആനോഡിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഫ്യൂവലിൽ നിന്ന് ഹൈഡ്രജൻ അയോൺസ് അല്ലെങ്കിൽ ഹൈഡ്രജന്റെ കണ്ടന്റിനെ സെപ്പറേറ്റ് ചെയ്യും. ഈ ഹൈഡ്രജൻ അയോൺസ് അല്ലെങ്കിൽ H+ അയോൺസ്, പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസ് ഈ ഇലക്ട്രോലൈറ്റിക് മീഡിയത്തിൽ കൂടി കാഥോഡിലേക്ക് വരും. ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്യൂവലിൽ ഇവിടെ വരുന്ന ഫ്യൂവലിൽ നിന്ന് ഹൈഡ്രജൻ അയോൺസ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതിൽ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു മുകളിലേക്ക് പോകും. ദെൻ പോസിറ്റീവ് ചാർജ് ഉള്ള H+ അയോൺസ് ത്രൂ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ, ഈ സൊല്യൂഷൻ അകത്തോടെ തന്നെയാണ് കാഥോഡിലേക്ക് വരുന്നത്.
ഇനി ഇപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് വേറൊരു പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. കാരണം പോസിറ്റീവ് ചാർജിനും നെഗറ്റീവ് ചാർജിനും ഒരേ പാത്തിൽ കൂടി ഫ്ലോ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ക്യാരിയേഴ്സ് എക്സ്റ്റേണലി ഒരു സർക്യൂട്ട് വഴിയാണ് കാഥോഡിലേക്ക് എത്തുന്നത്. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഫ്ലോ മൂലം അവിടെ ഒരു ഇലക്ട്രിക് കറന്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ദെൻ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജൻ അയോൺസ് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ വഴിയാണ് കാഥോഡിലേക്ക് എത്തുന്നത്. ഇനി കാഥോഡിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? വേറൊരു പാത്തിൽ കൂടിയാണെങ്കിലും ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസും കാഥോഡിൽ എത്തുന്നുണ്ട്. ത്രൂ ഇലക്ട്രോലൈറ്റ് ഹൈഡ്രജൻ അയോൺസ് എത്തുന്നുണ്ട്. ദെൻ അത് കൂടാതെ കാഥോഡിന്റെ സൈഡിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഓക്സിജൻ ആണ്. ഓക്കെ, അപ്പോൾ ആനോഡിൽ ഫ്യൂൽ ഇൻസേർട്ട് ചെയ്യുന്ന ഫ്യൂലിൽ നിന്ന് ഹൈഡ്രജൻ അയോൺസ് സ്പ്ലിറ്റ് ആയി സെപ്പറേറ്റ് ആവുന്നു. ദെൻ ഹൈഡ്രജൻ അയോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസ് ഇലക്ട്രോലൈറ്റിക് മീഡിയത്തിൽ കൂടി തന്നെ കാഥോഡിലേക്ക് എത്തുന്നു. നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്ന എക്സ്റ്റേണലി ഒരു സർക്യൂട്ട് വഴി കാഥോഡിലേക്ക് എത്തുന്നു. ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടിയുള്ള ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ട് ക്രിയേറ്റ് ആവുന്നു എന്നാണ് അർത്ഥം. ദെൻ പോസിറ്റീവ് അയോൺസും ഈ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസും എല്ലാം കാഥോഡിന്റെ സൈഡിലേക്കാണ് എത്തുന്നത്. കാഥോഡിന്റെ സൈഡിൽ എയറിൻ അല്ലെങ്കിൽ ഓക്സിജൻ ഇൻ ആവുന്നുണ്ട്. അപ്പം എന്ത് പറ്റും? ഈ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസും പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസും ഈ O2 ഓക്സിജന്റെ അയോൺസും കൂടി അവിടെ റിയാക്ഷൻ നടക്കുന്നു, കമ്പൈൻ ചെയ്യുന്നു. ദെൻ അവിടെ വാട്ടർ ഫോം ചെയ്യുന്നു. വാട്ടറിനെ കൂടാതെ അൺയൂസ്ഡ് എയർ, ഹീറ്റ് ഇതെല്ലാം ഈ കാഥോഡിന്റെ സൈഡിൽ നിന്ന് ഔട്ടാവും. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാഥോഡിന്റെ സൈഡിലേക്ക് എത്തുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസും പോസിറ്റീവ് ചാർജ് ഉള്ള H+ അയോൺസും ദെൻ അവിടെ പ്രസന്റ് ആയിരിക്കുന്ന ഓക്സിജൻ ഇത്രയെണ്ണം കൂടി കമ്പൈൻ ചെയ്തിട്ട് അവിടെ വാട്ടർ ഫോം ചെയ്യും. ഇനി ഈ PaFC സെല്ലിന്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച്, ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അബൌട്ട് 150 to 210 ഡിഗ്രി സെൽഷ്യസ് ആണ്. 150 തൊട്ട് 210 ഡിഗ്രി സെൽഷ്യസ് വരെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലാണ് PaFC എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് വരുന്ന കെമിക്കൽ റിയാക്ഷൻസ്, അതിന്റെ ഇക്വേഷൻസ് നോക്കുകയാണെങ്കിൽ ആനോഡ് സൈഡിൽ ഓൾറെഡി പറഞ്ഞു ഫ്യൂവൽ ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് സ്പ്ലിറ്റ് അപ്പ് ആവും. ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ ഇലക്ട്രോൺസും ആയിട്ട് സെപ്പറേറ്റ് ആവുന്നുണ്ട്. കാഥോഡിൽ വരുമ്പോഴത്തേക്കും ഓക്സിജനും ഹൈഡ്രജൻ പ്ലസ് അയോൺസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും കൂടി റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യും. ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവുന്നു. നെക്സ്റ്റ് PaFC സെല്ലിന്റെ അഡ്വാൻറ്റേജസിലേക്ക് വരികയാണെങ്കിൽ ഇംപ്യൂരിറ്റീസിനെയൊക്കെ മാക്സിമം ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 150 to 200 അല്ലെങ്കിൽ 210 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത്രയും ഒരു ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് എക്സ്പെൽ ആവുന്ന വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഈ ടെമ്പറേച്ചറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്തിട്ട് സ്റ്റീമായി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ടെമ്പറേച്ചർ അത്രയും റൈസ് ആകുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും ടെമ്പറേച്ചർ കൂടുമ്പോൾ അതല്ലാതെയും കെമിക്കൽ റിയാക്ഷൻ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ മോർ എമൗണ്ട് ഓഫ് വാട്ടർ ആയിരിക്കും, അതുപോലെ തന്നെ മോർ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രൊഡക്ഷൻ കൂടും, അതായത് എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതനുസരിച്ച് കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റർ ആവുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. PaFCയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംപ്യൂരിറ്റി ടോളറന്റ് ആണ്. അതുപോലെ കാർബൺ ഡയോക്സൈഡ്, അത്യാവശ്യം കാർബൺ മോണോക്സൈഡ് ഇതിനൊക്കെ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ടൈപ്പ് ഓഫ് ഫ്യൂൽ സെൽ തന്നെയാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഗ്യാസോലിൻ പോലെയുള്ള ഫ്യൂൽസ് ആണെങ്കിൽ അതിനകത്ത് സൾഫർ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ അതൊരു ഇംപ്യൂരിറ്റി പോലെയാണ് സൾഫർ കണ്ടന്റിനെ കൺസിഡർ ചെയ്യുന്നത്. സോ അത് റിമൂവ് ചെയ്യാനുള്ള കെയർ നമ്മൾ വേറെ എക്സ്ട്രാ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സൾഫർ കണ്ടന്റ് ഇല്ലാത്ത ഫ്യൂൽസ് യൂസ് ചെയ്യാം, അല്ല എങ്കിൽ സൾഫർ കണ്ടന്റിനെ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആലോചിക്കേണ്ടി വരും. ദെൻ കമ്പയർ ചെയ്യുമ്പോൾ ഇനി വരുന്ന 2-3 ടൈപ്പ് ഓഫ് ഫ്യൂൽ സെല്ലിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ലെസ് സെൻസിറ്റീവ് ടു കാർബൺ മോണോക്സൈഡ് തന്നെയാണെന്ന് പറയാൻ പറ്റും. ആൻഡ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റിന്റെ മാത്രം പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 85% എഫിഷ്യൻസി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്യൂൽ സെല്ലാണ് PaFC എന്ന് പറയുന്നത്.
Then next coming to disadvantages. ഈ എഫ് സിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ബൾക്കിയാണ്, അല്ലെങ്കിൽ സൈസ് വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ ഹെവിയാണ്, വെയിറ്റും കൂടുതലാണ്. ദെൻ എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് ആണെന്ന് പറയാനുള്ള കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഹോൾ അറേഞ്ച്മെന്റ് എക്സ്പെൻസീവ് ആവും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റിന്റെ കോമ്പിനേഷൻ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആണ് ഇപ്പോൾ ഒരു 80-85% എന്ന് പറഞ്ഞ് ഇലക്ട്രിസിറ്റിയുടെ മാത്രം പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ അതൊരു 37-42% മാത്രം എഫിഷ്യൻസിയേ ഉള്ളൂ. ഹീറ്റ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ദാറ്റ് ഈസ് ഒരു 80-85% എഫിഷ്യൻസിയിലേക്ക് എത്തുന്നത്. ഇനി ഈ 37-42% എഫിഷ്യൻസി എന്ന് പറയുന്നത് അത്ര വലിയൊരു എഫിഷ്യൻസി അല്ല. കാരണം ഫ്യൂവൽ സെൽ എന്ന് പറയുന്നതിനകത്ത് കമ്പഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു കമ്പഷൻ ബേസ്ഡ് പവർ പ്ലാന്റ്സിൽ പോലും 33%ഓളം എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. 33-37 ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത്ര എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ പവർ ഡെൻസിറ്റി, പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഡെൻസിറ്റി കുറവായിരിക്കും. അതുപോലെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈലി കോൺസെൻട്രേറ്റഡ് ഫോസ്ഫോറിക് ആസിഡ് ആണ്. അത് ഒരു അഗ്രസീവ് ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ആണ് പറയുന്നത്. പിന്നെ 150-210 ആണ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ വീണ്ടും കുറയുകയാണെങ്കിൽ ഈ ഫോസ്ഫോറിക് ആസിഡിന്റെ കണ്ടക്ഷൻ കുറയും. പുവർ അയണിക് കണ്ടക്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം ഈ ഒരു 150 മുകളിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു 37% എഫിഷ്യൻസിയിലെങ്കിലും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡിന്റെ അയണിക് കണ്ടക്ടിങ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. പ്ലസ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറയുന്നത് അത്യാവശ്യം ചെറുത് നിർത്താനുള്ള ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞു. ആ പരിപാടി പതുക്കെ നിർത്തി അത്യാവശ്യം സിവിയർ ആയിട്ട് കാർബൺ മോണോക്സൈഡുമായിട്ടുള്ള റിയാക്ഷൻസ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ടെമ്പറേച്ചർ ഒരു 150 മുകളിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടി വരും. ആപ്ലിക്കേഷൻസിലേക്ക് വരാണെങ്കിൽ മെയിനായിട്ടും സ്റ്റേഷനറി പവർ ജനറേറ്ററിലൊക്കെ പവർ ജനറേഷൻ ഉണ്ട്. ചെറിയ എമൗണ്ടിലൊക്കെ നമുക്ക് ഫ്യൂൽ സെൽസ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസ് വെഹിക്കിൾസിലും ഫ്യൂൽ സെൽസ് ബാറ്ററി ഒക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ഫ്യൂൽ സെൽ എന്ന് പറയുന്നത് മോൾട്ടൺ കാർബണേറ്റ് ഫ്യൂൽ സെല്ലാണ്. നെക്സ്റ്റ് ടൈപ്പാണ് MCFC എന്ന് വിളിക്കും. മോൾട്ടൺ കാർബണേറ്റ് ഫ്യൂൽ സെല്ലിന്റെ കേസ് പറയുകയാണെങ്കിൽ ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്യൂൽ സെല്ലാന്ന് പറയാൻ പറ്റും. കാരണം നേരത്തെ PFCയിൽ 200°C മാത്രം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് 600°ക്ക് മുകളിലാവും. അപ്പൊ അത്രയും ഹൈ ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലാണ് MCFC വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി ഈ MCFCയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ഫ്യൂൽ സെല്ലിലും ഞാൻ പറഞ്ഞു ആകെ ഇലക്ട്രോലൈറ്റിക് മീഡിയം മാത്രമാണ് വ്യത്യാസമുള്ളൂ. ബാക്കി ഓൾ അറേഞ്ച്മെന്റ്സും റിയാക്ഷൻസും പ്രൊഡക്ട്സും എല്ലാം സെയിം ആണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഏത് ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് ഫ്യൂൽ സെല്ലിനെ മെൻഷൻ ചെയ്തത്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കും? മോൾട്ടൺ കാർബണേറ്റ് ആയിരിക്കും. അപ്പൊ മോൾട്ടൺ കാർബണേറ്റ് സാൾട്ട് ആയിരിക്കും ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ മോൾട്ടൺ കാർബണേറ്റിന്റെ സാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന സാൾട്ടുകൾ ഒന്നെങ്കിൽ ലിഥിയം കാർബണേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ് ആണ് സാധാരണ ഇലക്ട്രോലൈറ്റിക് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ വെറുതെ ഒരു ലിഥിയം അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ് സാൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലിക്വിഡ് ഫോം ആവില്ല. സോ അതിനെ ഒരു ബേസ് സൊല്യൂഷനിൽ സസ്പെൻഡ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഹൈ ടെമ്പറേച്ചറിൽ ഓപ്പറേഷൻ ഉള്ളത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ടെമ്പറേച്ചർ റൈസ് ആവുന്നതനുസരിച്ച് കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതിപ്പോൾ 600°C വരുമ്പോഴത്തേക്കും കെമിക്കൽ റിയാക്ഷൻ നല്ല സ്പീഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാറ്റിനം കാറ്റലിസ്റ്റിന്റെ യൂസ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഓക്കെ, ഒരു MCFCയുടെ ഫ്യൂവൽ സെല്ലിന്റെ ഡയഗ്രം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എല്ലാ ഫിഗറും തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ആനോഡ് ഇലക്ട്രോഡും റൈറ്റ് സൈഡിൽ ഒരു കാഥോഡ് ഇലക്ട്രോഡും നടുക്കൊരു ഇലക്ട്രോലൈറ്റിക് മീഡിയം. അപ്പോൾ ആ സെയിം അറേഞ്ച്മെന്റ് തന്നെയാണ് എല്ലാ ഫ്യൂവൽ സെല്ലിലും വരുന്നത്.
പിന്നെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഇനി വർക്കിങ്ങും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ആനോഡിന്റെ സൈഡിൽ ഒരു ഫ്യൂവലിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഫ്യൂവൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ അയോൺസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും ആനോഡ് സൈഡിൽ ഫോം ചെയ്യുന്നു. അതിൽ നിന്ന് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ക്യാരിയേഴ്സ് എക്സ്റ്റേണലി ഒരു സർക്യൂട്ട് വഴിയും പോസിറ്റീവ് ചാർജ് ഉള്ളവർ എന്താ മീഡിയത്തിൽ കൂടിയുമായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ദെൻ അവിടെ ഓക്സിജനുമായിട്ട് ഈ ഹൈഡ്രജൻ്റെ ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു വാട്ടറിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകും. അപ്പോൾ യൂഷ്വലി നമ്മൾ പറയുന്ന റിയാക്ഷൻസ് എല്ലാ ഫ്യൂവൽ സെല്ലിലും തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. ഇനി കെമിക്കൽ റിയാക്ഷൻസിന്റെ ഇക്വേഷൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആനോഡിൽ വരുന്നത് ഫ്യൂവൽ സെല്ലിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹൈഡ്രജൻ അയോൺസ് ആണ് കിട്ടുക. അത് പിന്നെ ഇവിടുത്തെ ഇലക്ട്രോലൈറ്റിക് മീഡിയം എന്താണെന്ന് പറഞ്ഞാൽ മോൾട്ടൺ കാർബണേറ്റ് ആണ്. ഈ കാർബണേറ്റ് എന്ന് പറയുന്നത് CO3 ആണ്. CO3 ഹൈഡ്രജന്റെ റിയാക്ഷൻ വരുന്നത്. അവിടെ വാട്ടർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ കാഥോഡിൽ നമ്മൾ ഓക്സിജനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ ഇലക്ട്രോൺസും കൂടി ചേർന്നിട്ടാണ് കാർബണേറ്റ് ആവുന്നത്. ആ കാർബണേറ്റ് ആണ് ഇലക്ട്രോലൈറ്റിൽ കൂടി മൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഓൾ ടുഗെദർ നമ്മുടെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ പിന്നെ ഹീറ്റ് അങ്ങനെയുള്ള കാര്യം. ഇനി ഈ സെല്ലിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻ അഡ്വാൻറ്റേജ് ഇതാണ്. ഈ ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ മൂലം നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാറ്റിനം പോലുള്ള കാറ്റലിസ്റ്റുകളെ ഒഴിവാക്കാനും കെമിക്കൽ റിയാക്ഷൻസ് ഹൈ സ്പീഡിൽ കണ്ടക്ട് ചെയ്യാനും പറ്റും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ അഡ്വാൻറ്റേജുകൾ പറയുന്നുണ്ട്. കാർബൺ മോണോക്സൈഡിനെയൊക്കെ അത്യാവശ്യം റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ്, കാർബൺ മോണോക്സൈഡ് മാത്രമല്ല എല്ലാത്തരം ഇമ്പ്യൂരിറ്റീസിനെയും അത്യാവശ്യം നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്യൂവൽസ് എല്ലാം എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഫ്യൂവൽ ആയിട്ട് ആനോഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ കോൾ ഡിറൈവ്ഡ് ഫ്യൂവൽ ഗ്യാസ്, മീഥെയ്ൻ, നാച്ചുറൽ ഗ്യാസ്, ഇതിലേത് വേണമെങ്കിലും നമുക്ക് കൊടുത്തിട്ട് ഹൈഡ്രജൻ അയോണിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് കാർബൺ മോണോക്സൈഡ് പോലുള്ള പോയിസണസ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇപ്പം മീഥെയ്ൻ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് പോലുള്ള ഫ്യൂവൽസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം സെല്ലെന്ന് പറയുന്നത് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു അറേഞ്ച്മെന്റിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ നല്ല കൊറോഷൻ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും കമ്പോണൻസും ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറെ കൂടി കൂടുതൽ കാലം നമുക്ക് ഈ ഫ്യൂവൽ സെല്ലിനെ വർക്ക് ചെയ്യിക്കാൻ കഴിയും വിത്തൗട്ട് മെയിൻ്റനൻസ്. പിന്നെ ഇതിൻ്റെ ഒരു എഫിഷ്യൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60% ആണ് ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത്. PAFCയിൽ 37 to 42% എഫിഷ്യൻസി ഉണ്ടായിരുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 60% ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജസിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ കൊറോഷൻ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെൽ ലൈഫ് കൂടും. അപ്പോൾ കൊറോഷൻ അത്യാവശ്യം വിധേയമാകുന്ന തരം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് സെൽ ലൈഫ് കുറയുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഇൻസേർട്ട് ചെയ്യുന്ന ഫ്യൂവലിനകത്ത് സൾഫർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതൊരു ഹൈ ഇമ്പ്യൂരിറ്റി ആയിട്ട് പറഞ്ഞു. ഇതുവരെയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അണ്ടർ റിസർച്ചിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആപ്ലിക്കേഷൻസ് എല്ലാം ചെയ്തിട്ടാണ് ഈ പറയുന്ന പവർ ജനറേഷനിലും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസിലും അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.